മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന എ പത്മകുമാറിനെ സിപിഎം സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ച പശ്ചാത്തലത്തിലും തെരഞ്ഞെടുപ്പിൽ സിപിഎം അമ്പെ പരാജയപ്പെടുകയും ചെയ്തതോടെയാണ് പാർട്ടി പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചത്. എന്നാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ സിപിഎം മടിച്ചിട്ടുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് പത്മകുമാറിന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നതാണ്. സ്വർണ്ണ കവർച്ച കേസിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പത്മകുമാറിനെ പാർട്ടി ബലിയാടാക്കിയോ എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന രേഖ മറുനാടന് കിട്ടി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കവേ പത്മകുമാർ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് മിനിറ്റ്സ് തിരുത്തി ചെമ്പുപാളി എന്നാക്കി മാറ്റിയെന്നായിരുന്നു മാധ്യമങ്ങളിലെല്ലാം അക്കാലത്ത് വാർത്തകൾ വന്നത്. എന്നാൽ SIT കോടതിയിൽ നൽകിയത് പിത്തള എന്ന വാക്ക് വെട്ടി ചെമ്പാക്കി എന്നതായിരുന്നു. ഈ വാക്കാണ് പത്മകുമാറിന്റെ ജയിൽവാസത്തിലേക്ക് നയിച്ചത്. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ നടന്ന ഗൂഢാലോചനയായാണ് ഈ തിരുത്തിനെ അന്വേഷണ സംഘം ഉപയോഗിച്ചത്. എ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ പിത്തള എന്നത് വെട്ടി ചെമ്പ് എന്നെഴുതുകയായിരുന്നു. പത്മകുമാർ അങ്ങനെ സ്വന്തം കൈപ്പടയിൽ തന്നെ കുരുങ്ങി. കേസിന്റെ അന്വേഷണ വഴി അന്നത്തെ മറ്റു 2 ബോർഡ് അംഗങ്ങളിലേക്ക് നീളാനിടയാക്കുകയും ചെയ്തു. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒറിജിനൽ അജണ്ട നോട്ടാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ രേഖയുടെ വിഷയം വ്യക്തമാണ്. ശബരിമല ദേവസ്വം ശ്രീകോവിലിന്റെ കട്ടിളയിൽ പൊതിഞ്ഞിട്ടുള്ള പിത്തളയിൽ സ്വർണം പൂശുന്ന സംഗതി. ഈ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ടിൽ പിത്തളയിൽ എന്ന വാക്കിനടിയിൽ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ 2 വരയിട്ട ശേഷം അതിന് മുകളിലായി ചെമ്പുപാളിയിൽ എന്ന് തിരുത്തി എഴുതിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ഈ നോട്ടിൽ ബോർഡ് തീരുമാനമായി താഴെ വിവരിക്കുന്ന മറ്റ് ഭാഗങ്ങളിലെല്ലാം ചെമ്പു തകിടുകൾ ചെമ്പുപാളികൾ എന്ന് തന്നെയാണ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് പത്മകുമാർ സ്വർണ്ണപ്പാളി വെട്ടി ചെമ്പാക്കുകയല്ല ചെയ്തത്, മറിച്ച് തലക്കെട്ടിലെ അക്ഷരപ്പിശക് തിരുത്തി പിത്തള എന്നത് വെട്ടി യഥാർത്ഥത്തിലുള്ള ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ മാറ്റി എഴുതുക മാത്രമാണ് ചെയ്തത്. ഇത്രയും വ്യക്തമായ ഒറിജിനൽ ഡോക്യുമെന്റുകൾ സർക്കാരിന്റെ പക്കൽ ഉണ്ടായിരുന്നിട്ടും പത്മകുമാറിനെ തൂക്കിയെടുത്ത് 90 ദിവസം എന്തുകൊണ്ട് ജയിലിലിട്ടു എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കാരും പിണറായി സർക്കാരും ചേർന്ന് തങ്ങളുടെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി പത്മകുമാറിനെ ബലിയാടാക്കുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും സംശയിക്കാൻ. ജയിലിൽ കിടന്നതോടെ പത്മകുമാറിന് സ്വർണ്ണക്കള്ളൻ എന്ന വട്ടപ്പേര് വീണു. ശത്രുക്കൾ അദ്ദേഹത്തെ വാരി ഉടുക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ VS പക്ഷക്കാരുടെ കടുത്ത തിക്കിത്തിരക്കിനിടയിലും പിണറായി വിജയന് വേണ്ടി ഉറച്ചുനിന്ന ഒരേയൊരു നേതാവായിരുന്നു ഈ പത്മകുമാർ എന്നോർക്കണം.